ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാർഗറ്റ് 30യുടെ അടുത്ത സെഷൻ, അതായത് 5ാമത്തെ ക്ലാസ് ആണ് കാണാൻ പോകുന്നത്. നമുക്കറിയാം ടാർഗറ്റ് 30 അത്യാവശ്യം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളത് പഠിക്കുന്നുണ്ട്, എഴുതി വെച്ച് പഠിക്കുക. LP-UP എക്സാം ആവട്ടെ, K1 K2 എക്സാം ആവട്ടെ, K3യുടെ എക്സാം ആവട്ടെ, അതോടൊപ്പം തന്നെ മറ്റുള്ള ടീച്ചിങ് കാറ്റഗറികൾക്കെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതുണ്ട്. കാരണം K1 K2 അതോടൊപ്പം തന്നെ നമ്മുടെ LP-UP ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് മലയാളത്തിൽ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന HSIക്ക് വേണ്ടി നമുക്ക് മെത്തഡോളജിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് 20 ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത്. ഇതിന് തുടർച്ചയായി മുന്നോട്ട് പോകും. ഒരുപാട് കുട്ടികൾ എഫക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഷെയർ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക. അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചോദ്യാവലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചോദ്യാവലികൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ടാണ് നമ്മൾ ഈ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് കടക്കാം. ടാർഗറ്റ് 30യുടെ 5th ക്ലാസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. മാനവികതാവാദത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ്? മാനവികതാവാദം, ഹ്യൂമനിസത്തിന്റെ പരമമായ ലക്ഷ്യം നമുക്കറിയാം. മാനവികതാവാദം എന്ന് പറയുന്നത് കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഗ്ലേസർ, കോംസ് എന്നീ വക്താക്കളാണ്. ഇതിൽ കാൾ റോജേഴ്സ് ആണ് മാനവികതാവാദത്തിന് ഏറ്റവും അധികം പിന്തുണ നൽകിയതും മാനവികതാവാദത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്നതും കാൾ റോജേഴ്സ് ആണ്. ഓക്കെ, കാൾ റോജേഴ്സിനെ കൂടാതെ എബ്രഹാം മാസ്ലോ, ഗ്ലേസർ, കോംസ് എന്നിവർ വക്താക്കളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ മാനവികതാവാദം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ ഭൗതികവും ആത്മീയവുമായ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് മാനവികതാവാദം എന്ന് പറയുന്നത്. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരമാണെന്ന് പറയാം. എന്താണ്? ആത്മസാക്ഷാത്കാരമാണ് മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഏതാണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരമാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ മാനവികതാവാദത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്ന കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഗ്ലേസർ, കോംസെ എന്നിവരാണ്. മാനവികതാവാദം എന്നാൽ ഭൗതികവും ആത്മീയവുമായ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ്. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് ഡാഷ്. ജൈവകോശങ്ങളുടെ വർധനവിന് നമ്മുടെ പേശി വികാസവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. വികാസം എന്ന് പറഞ്ഞാൽ വളർച്ചയോടൊപ്പം നമ്മളിൽ ഉണ്ടാവുന്ന ഗുണാത്മകമായ മാറ്റം. വളർച്ചയോടൊപ്പം ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ഗുണാത്മകമായ മാറ്റത്തിനെ വികാസം എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മളിൽ ഉണ്ടാവുന്ന ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് എന്ത്? നമ്മളിലെ ഗ്രോത്ത് അഥവാ വളർച്ച എന്ന് പറയുന്നത്. പ്രായപൂർത്തിയോടുകൂടി ഇതിന്റെ തോത് കുറയുമെന്ന് പറയുന്നു. വളർച്ചയുടെ തോത് പരിപക്വത എത്തുന്നതോടുകൂടി അവസാനിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് വളർച്ച എന്നൊരു അനുസ്യൂത പ്രക്രിയയല്ല, അത് പ്രായപൂർത്തിയോടുകൂടി അതിന്റെ തോത് വളർച്ചയുടെ തോത് അവസാനിക്കുമെന്ന് നമുക്ക് കാണാം. അപ്പൊ ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് ഏത്? വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഈ വളർച്ചയോടൊപ്പം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഗുണാത്മകമായ മാറ്റമാണ് വികാസം അഥവാ ഡെവലപ്മെന്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റാണ് കുഞ്ഞുങ്ങളെ. നെക്സ്റ്റ്, മാനസിക അപഗ്രഥനത്തിന്റെ വക്താവ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അപഗ്രഥനത്തിന് മുമ്പ് മാനസികം എന്നുള്ള വാക്കുണ്ട്. മാനസിക അപഗ്രഥനം, സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് എന്നാണ് പറയുക അല്ലെ. മാനസിക അപഗ്രഥനത്തിന്റെ വക്താവ് അഥവാ സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് ആരുടെ എന്ന് ചോദിക്കാം. ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് മാനസിക അപഗ്രഥനത്തിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മാനസിക അപഗ്രഥനത്തിന്റെ വക്താവ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് പറയാം.
എന്നാൽ അപഗ്രഥന മനഃശാസ്ത്രമാരുടെ അനലറ്റിക്കൽ സൈക്കോളജി, അപഗ്രഥന മനഃശാസ്ത്രം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കുഞ്ഞുങ്ങളെ. മാനസിക അപഗ്രഥനമാരുടെ എന്ന് ചോദിച്ചാൽ ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്തത് വരുന്നു അപഗ്രഥന മനഃശാസ്ത്രം. അതിന് തൊട്ടു ചോട്ടിൽ എഴുതി വെച്ചേ അപഗ്രഥന മനഃശാസ്ത്രം. അപഗ്രഥന മനഃശാസ്ത്രം ആരുടേതാണ്? കാൾ യുങ്ങിൻ്റെതാണ്. ആരുടേതാണ്? കാൾ യുങ്ങിൻ്റെതാണ് അപഗ്രഥന മനഃശാസ്ത്രം എന്ന് പറയുന്നത്. കാൾ യുങ്ങിൻ്റെതാണെന്ന് പറയാനായിട്ട് സാധിക്കും. സെറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം മാനസിക അപഗ്രഥന സിദ്ധാന്തത്തിൽ വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം, മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തം എന്നീ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സിദ്ധാന്തം മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് കാൾ യുങ് ആണ്. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികസന സിദ്ധാന്തം, ഈ സിദ്ധാന്തങ്ങളെ ആധാരമാക്കിയാണ് അദ്ദേഹം മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണ്. ചോദക പ്രതികരണം സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷനിൽ ബേസ്ഡ് ആണ് എന്താ പഠനം, ലേണിംഗ് എന്ന് പറയുന്നത് ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്ന ചിന്താധാര അല്ലെങ്കിൽ ഏത് സിദ്ധാന്തത്തിലാണ് പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ എന്നു പറയാം? വ്യവഹാരവാദം അല്ലെങ്കിൽ പൗരാണിക അനുബന്ധനം. ഏത് തമ്മിലുള്ള അനുബന്ധനം എന്ന് ചോദിച്ചാൽ വ്യവഹാരവാദത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ വ്യവഹാരവാദം എന്ന് പറയാനായിട്ട് സാധിക്കും. പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത്. ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക പ്രകടനം എന്താണ്? ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക അവസ്ഥ കാതറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ സംത്രാസമാണ്. അതവിടെ എഴുതി വെക്കണം കേട്ടോ. കാതറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ കുട്ടിയിൽ ഉണ്ടാവുന്ന ഏറ്റവും ആദ്യത്തെ വൈകാരിക അവസ്ഥ എന്ന് പറയുന്നത് സംത്രാസമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക പ്രകടനം എന്ന് പറയുന്നത് എന്താണ്? കരച്ചിലാണ്. ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക പ്രകടനം എന്താണ്? കരച്ചിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത്, ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന്, കുട്ടിയുടെ സാമൂഹിക വികസനം നടക്കുന്നത് എവിടെയാണ്? കുടുംബത്തിൽ വെച്ചാണ്. സാമൂഹിക വികസനത്തിന് അവനെ സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവന്റെ അമ്മയാണ്. ശിശുവിനെ സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് അവന്റെ അമ്മയാണ്. നമുക്ക് ഒന്നുകൂടെ 6 ക്വസ്റ്റ്യൻ നോക്കാം. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം. ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് വളർച്ച. മാനസിക അപഗ്രഥനത്തിന്റെ വക്താവ് ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്. അപഗ്രഥന മനഃശാസ്ത്രം കാൾ യുങ്ങിന്റെ. പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം. ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക പ്രകടനമാണ് കരച്ചിൽ. ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് അമ്മയാണ്. ഇനി ആദ്യകാലത്തെ മനഃശാസ്ത്രജ്ഞർ, ഓക്കെ, അതായത് കുട്ടികളുടെ സംഘബന്ധകാലം എന്ന് ആദ്യകാലത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത്, ആദ്യ കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യ കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞർ എന്താണ് വിളിച്ചിരുന്നത്? സംഘബന്ധ പൂർവ്വകാലം. സംഘബന്ധ പൂർവ്വകാലമാണ്. ആദ്യ ബാല്യമാണ് കേട്ടോ. ആദ്യകാലമല്ല, ആദ്യ ബാല്യമാണ്. ആദ്യ ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധ പൂർവ്വകാലം എന്നാണ്. സംഘബന്ധ പൂർവ്വകാലം, ആദ്യ ബാലം എന്ന് പറയുന്നത് സംഘബന്ധ പൂർവ്വകാലഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ജീവിതഘട്ടങ്ങളിൽ വച്ച് ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടം, ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജീവിതഘട്ടങ്ങളിൽ ഒന്ന് പ്രാഗ് ജന്മഘട്ടം, അതായത് ജനിക്കുന്നതിന് മുൻപുള്ള ഘട്ടമാണ്. ജീവിതഘട്ടങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒന്നാമത്തെ പറയുന്നു പ്രാഗ് ജന്മഘട്ടം. ഒന്നാമത്തേതാണ് പ്രാഗ് ജന്മഘട്ടം അല്ലെങ്കിൽ ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നു. ഇത് ഏതാണ്? അമ്മയുടെ ഗർഭാവസ്ഥ മുതൽ ജനനം വരെയുള്ള അവസ്ഥയാണ്. ഇത് ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള അവസ്ഥ. ഗർഭധാരണം മുതൽ ജനനം വരെ, ഗർഭധാരണം മുതൽ ജനനം വരെയാണ് പ്രാഗ്ജന്മഘട്ടം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് ശൈശവം എന്നറിയപ്പെടുന്നത്. ശൈശവം, അതായത് ബർത്ത് മുതൽ, ജനനം മുതൽ
ആദ്യത്തെ 3 വർഷമാണ് ശൈശവം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തേതാണ് ഏത്? ആദ്യ ബാല്യമാണ്. ബാല്യത്തിലെ ആദ്യത്തേതാണ് ആദ്യ ബാല്യം എന്നറിയപ്പെടുന്നത്. ആദ്യ ബാല്യം എന്നറിയപ്പെടുന്ന 3 വയസ്സ് മുതൽ 5 വയസ്സ്, 3 to 5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ബാല്യം. ഇനി നാലാമത്തേതാണ് പിൽക്കാല ബാല്യം എന്ന് പറയുന്നത്. എന്താണ് പിൽക്കാല ബാല്യം? ബാല്യം 2 എണ്ണമുണ്ട്, ആദ്യകാല ബാല്യവും പിൽക്കാല ബാല്യവും. അത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അടുത്തതാണ് കൗമാരം എന്നറിയപ്പെടുന്നത്. കൗമാരം എന്നറിയപ്പെടുന്ന 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണെന്ന് പറയാം. അടുത്തതാണ് പ്രായപൂർത്തി എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തി എന്ന് പറയുന്നത് അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്നത് 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. അപ്പൊ ഈ ജീവിതഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇത് കാണാതെ ഒന്ന് പഠിച്ചു വെച്ചാൽ വലിയ ഉപകാരമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഘട്ടങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് ഏതാ? ഈ ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള 280 ദിവസമാണോ, അതായത് 9 മാസമാണോ, അല്ലെങ്കിൽ ശൈശവം 1 മുതൽ 3 വരെയുള്ള വർഷമാണോ, അല്ലെങ്കിൽ ആദ്യ ബാല്യം 3 മുതൽ 5 വരെയുള്ള വർഷമാണോ, അല്ലെങ്കിൽ പിൽക്കാല ബാല്യം 6 മുതൽ 12 വയസ്സ് വരെയുള്ള വർഷമാണോ, അല്ലെങ്കിൽ കൗമാരം 12 മുതൽ 19 വരെയുള്ള വയസ്സാണോ, അതോ പ്രായപൂർത്തി 20 മുതൽ 60 വരെയാണ്? അപ്പൊ ജീവിതഘട്ടങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്നറിയപ്പെടുന്ന ഏതാണ് കുഞ്ഞുങ്ങളെ? പ്രായപൂർത്തിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. സെറ്റല്ലേ മക്കളെ? അടുത്തത് വൈജ്ഞാനിക വികസനത്തിന്റെ അടിസ്ഥാനം. വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രിയ വേദനം, ആശയ രൂപീകരണം, പ്രത്യക്ഷണം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പം വൈജ്ഞാനിക വികസനത്തിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിൽ സെൻസേഷനിലൂടെ, പ്രത്യക്ഷണത്തിലൂടെ, ബിംബങ്ങളിലൂടെ, ഉദ്ദേശ്യങ്ങള്, വികാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ മസ്തിഷ്കവുമായി വൈജ്ഞാനിക ഘടന എവിടെയാണ്? മസ്തിഷ്കത്തിലാണ് അല്ലെ. വൈജ്ഞാനിക ഘടനയിലെ സ്കീമയും നിലനിൽക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് വൈജ്ഞാനിക വികാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അതെന്തെന്ന് പറയാം? മസ്തിഷ്ക വികാസമാണെന്ന് പറയാം. എന്താണ് വൈജ്ഞാനിക വികസനത്തിന് അടിസ്ഥാനം? മസ്തിഷ്ക വികാസം. വൈജ്ഞാനിക വികസനത്തിന്റെ അടിസ്ഥാനം മസ്തിഷ്ക വികാസമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന പിയാഷെയുടെ ഘട്ടം. പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ ക്രമപ്പെടുത്തുന്ന പിയാഷെയുടെ ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയാഷെയുടെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ 4 ഘട്ടമാണുള്ളത്. 1 അനോമി. പേരൊന്ന് പറഞ്ഞു ചുണ്ടനക്കി എൻ്റെ ഒപ്പം പറഞ്ഞ്. 1 അനോമി. 2 ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി. ഹെറ്ററോണമി വേഴ്സസ് റെസിപ്രോസിറ്റി. ഓട്ടോണമി വേഴ്സസ് അഡോളസൻസ്. ഓക്കെ, ഒന്നാമത്തെ അനോമി, സാൻമാർഗിക രഹിതഘട്ടം. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു കുപ്പിയിലിരുന്ന വെള്ളം കുഞ്ഞു മറിച്ചിട്ടു. ആ വെള്ളത്തിൽ വീണ് അവൻ തെന്നി വീഴുകയാണ്. അപ്പൊ അവൻ എന്ത് മനസ്സിലായി? വെള്ളം നിലത്തൊഴിച്ചാൽ തെന്നി വീഴും. അപ്പൊ വേദനയും ആനന്ദവുമാണ് അനോമി കാലഘട്ടത്തിൽ കുട്ടിയുടെ സാൻമാർഗിക രീതിയെ നിയന്ത്രിക്കുന്നത്. വേദനയും ആനന്ദവുമാണ് അനോമിയിൽ. അയ്യോ അത് ചെയ്താൽ ശരിയാണോ, ഇത് ചെയ്താൽ തെറ്റാണോ എന്ന് ചിന്തിക്കുന്ന പ്രായമല്ല അനോമി കാലഘട്ടം എന്ന് പറയുന്നത്. സോ അനോമി സാൻമാർഗിക രഹിത ഘട്ടമാണ്. ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പ്രത്യാഘാതമാണ്. നീ അത് തൊട്ടാൻ എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കുന്ന അമ്മ പറയും. അപ്പൊ കുഞ്ഞിന് തൊടാൻ ചെല്ലുമ്പോൾ അമ്മ പറയുന്നതാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക അല്ലെ. അപ്പൊ നമ്മൾ തൊടത്തില്ല. ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി. പ്രതിഫലവും ശിക്ഷയും നല്ലത് ചെയ്താൽ അമ്മ ഗുഡ് ബോയ് എന്ന് പറഞ്ഞൊരു മിഠായി തന്നാൽ വീണ്ടും അത് ആവർത്തിക്കും. അല്ല അമ്മ അടി തരാനാ വരുന്നെങ്കിൽ അത് ആവർത്തിക്കില്ല. അപ്പൊ പ്രതിഫലവും ശിക്ഷയും നമ്മളെ നിയന്ത്രിക്കുന്നത് ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി എന്ന ഘട്ടത്തിലാണ്. ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി. ഹെറ്ററോണമി വേഴ്സസ് റെസിപ്രോസിറ്റി എന്ന് വെച്ചാൽ പാരസ്പര്യം. പാരസ്പര്യം. ഓക്കെ, പാരസ്പര്യം. അതായത് എനിക്ക് വേദന ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്കും വേദന ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ചിന്തയൊക്കെ വരുന്ന ഒരു ഘട്ടമാണ് പാരസ്പര്യം. ഹെറ്ററോണമി വേഴ്സസ് റെസിപ്രോസിറ്റി. ഓട്ടോണമി വേഴ്സസ് അഡോളസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നമ്മൾ അതായത് ഒരു നീതി ബോധഘട്ടം എന്നൊക്കെയാണ് പിയാഷെ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ്. അതിലെ പ്രതിഫലവും ശിക്ഷയും ഏതാണ്? ഹെറ്ററോണമി വേഴ്സസ്, കുറച്ച് 2-3 പോയിന്റുകളൂടെ അതുമായിട്ട് ബന്ധപ്പെടിക്കാനുണ്ട് കേട്ടോ മക്കളെ. ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി. ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ജന്മസിദ്ധമായ എല്ലാ ജന്മസിദ്ധമായി ഇൻബോൺ ആയിട്ട് എനിക്കൊരു സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാ?
എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ക്രോമസോമുകൾ ജീനുകളിലൂടെ എനിക്ക് കിട്ടിയ സ്വഭാവ സവിശേഷതയാണ് അല്ലേ. അത് തന്നെയല്ലേ പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ചെടുത്ത എല്ലാ സ്വഭാവ സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്ന പദമാണ് പാരമ്പര്യം. അപ്പൊ ജന്മസിദ്ധമായി എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന്, എൻ്റെ വംശത്തിൽ നിന്ന്, എൻ്റെ പിതാമഹന്മാരിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും എന്തെന്ന് പറയാം? പാരമ്പര്യം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ജന്മസിദ്ധമായി എനിക്ക് കിട്ടിയത് എന്തോ അതിനെ എന്തെന്നാ പറയുന്നത്? പാരമ്പര്യം എന്ന് പറയാനായിട്ട്, ഹെറിഡിറ്ററി എന്ന് പറയാൻ, അല്ലെ ഹെറിഡിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. പാരമ്പര്യം. ഓക്കെ, സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ. കാരണം ബുദ്ധി ഉള്ളവനാണെങ്കിൽ അവന് പാടാനറിയാം, ആടാനറിയാം, അവന് ഡാൻസ് കളിക്കാനറിയാം, അവന് ഗണിതത്തിലും എടുക്കനാ, സയൻസിലും എടുക്കനാ, ഇംഗ്ലീഷിലും എടുക്കനാ. ഓക്കെ, അപ്പൊ ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി എല്ലാ തലത്തിലും കാണിക്കും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏത്? ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി അഥവാ ഏകഘടക സിദ്ധാന്തം. ഏതാണ്? ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ ഉള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം. ഓക്കെ, അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം, നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്താണ്? ബിഹേവിയർ മോഡിഫിക്കേഷൻ ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് എന്ന് പറയാം. ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിലൂടെ ഉണ്ടാവുന്ന ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് പഠനം എന്ന് പറയുന്നത്. സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? പഠനം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനം, ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് എന്ത്? പഠനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രബലനം എന്ന പദം, റീഇൻഫോഴ്സ്മെന്റ് എന്ന പദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് ആര്? പ്രബലനം എന്ന പദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് ആരാണ്? നമുക്കറിയാം, ശിക്ഷയും പ്രബലനവും, ധനപ്രബലനവും ഋണപ്രബലനവും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്നതാണ് എന്ന് തൻ്റെ എന്താണ് തൻ്റെ ഒപ്പറന്റ് കണ്ടീഷനിങ്ങിലൂടെ, തൻ്റെ പ്രവർത്തന അനുബന്ധനത്തിലൂടെ, പ്രക്രിയ അനുബന്ധനത്തിലൂടെ, തൻ്റെ സിദ്ധാന്തത്തിൽ ജീവി ഏർപ്പെടേണ്ട പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് സ്കിന്നറുടെ സിദ്ധാന്തം പ്രവർത്തന അനുബന്ധനം എന്നറിയപ്പെടുന്നത്. അപ്പം ആരാണ് സംഭാവന ചെയ്തത്? റീഇൻഫോഴ്സ്മെന്റ് എന്ന പദം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണെന്ന് പറയാം? BF സ്കിന്നർ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം പഠന മേഖലയ്ക്ക് ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച്, ഗസ്റ്റാൾട്ട് സമീപനം, സമഗ്രതാവാദം, ഗസ്റ്റാൾട്ട് അപ്രോച്ച് അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണ്? ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണ്? ഗസ്റ്റാൾട്ട് സമീപനം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് പ്രശ്ന പരിഹരണത്തിലൂടെയാണ്. എന്തിലൂടെയാണ്? പ്രശ്ന പരിഹരണത്തിലൂടെയാണ്. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്ന പ്രശ്ന പരിഹരണത്തിലൂടെ എന്ന് പറയാനായിട്ട് സാധിക്കും. ഏതൊരു ആശയത്തിൻ്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിന് എന്ന അഭിപ്രായം, ഏതൊരു ആശയത്തിൻ്റെയും ബേസ്, പ്രൈമറി എന്ന് പറയുന്നത് പ്രവർത്തനത്തിന്, ആക്ഷൻ ഉള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബ്രൂണറാണ്. തൻ്റെ സിദ്ധാന്തത്തിൽ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മഘട്ടം, ആശയരൂപീകരണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. 1 പ്രവർത്തനഘട്ടം, 2 ബിംബനഘട്ടം, 3 പ്രതിരൂപാത്മഘട്ടം. അപ്പം ഏതൊരു ആശയവും കുട്ടി ആദ്യം സ്വീകരിക്കുന്നത് കായിക പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നാണ് ബ്രൂണർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ഏതൊരു ആശയത്തിൻ്റെയും പ്രാഥമിക തലം അല്ല, ബ്രൂണേറിയൻ കാഴ്ചപ്പാടനുസരിച്ച് ആശയ രൂപീകരണത്തിന്റെ പ്രാഥമിക തലം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന തലം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? ഇതൊക്കെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, ബ്രൂണറുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസത്തിലെ ഉയർന്ന തലം, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ആൻസർ. ബ്രൂണറുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസത്തിലെ ഉയർന്ന തലം എത്രയാണ്? ഏതാണ്? ഏതൊക്കെ തലങ്ങളാണ് ഉള്ളത്? 1 പ്രവർത്തന ഘട്ടമുണ്ട്. ഏതാണ്? പ്രവർത്തന ഘട്ടമുണ്ട്. 2ാമത്തെ ബിംബനഘട്ടമുണ്ട്. ഏതാണ്? ബിംബനഘട്ടമുണ്ട്. 3ാമത്തെ പ്രതിരൂപാത്മക ഘട്ടമുണ്ട്. ഏതാണ്? പ്രതിരൂപാത്മക ഘട്ടമുണ്ട്. ഇതിലേതാണ് ഏറ്റവും ഉയർന്നത്? ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആശയം സ്വീകരിക്കുന്ന
മൂന്നാമത്തെ തലമാണ് പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും ഉയർന്ന തലം. ഏറ്റവും അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പ്രവർത്തന ഘട്ടമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? ഇനി സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതിയാണ് ഡാഷ്. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതി. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവനവന് വേണ്ടി പഠനം നടത്തിയാൽ അത് എന്താന്ന് പറയാം? കണ്ടെത്തൽ പഠനമാണ് എന്ന് പറയാം. കണ്ടെത്തൽ പഠനം. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് നമുക്ക് വേണ്ടി നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കുകയാണ് പറയാം. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം ആരുടേതാണ്? സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം ഒബിയസ്ലി നമുക്കറിയാം അല്ലെ, ആരുടേതാണ്? വൈഗോട്സ്കിയുടെയാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം. സമൂഹവുമായുള്ള ഇടപഴകലിലൂടെ പഠനം നടക്കുന്നു എന്ന് പറഞ്ഞതാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം. അഡ്വാൻസ് ഓർഗനൈസർ ആരുടേതാണ്? നമ്മുടെ മീനിങ് വെർബൽ ലേണിംഗ്, അർത്ഥപൂർണമായ ഭാഷാപര പഠനം. അർത്ഥപൂർണപരമായ ഭാഷാപര പഠനം എന്ന ആശയം ഡേവിഡ് പോൾ ഒസുബലിൻ്റെതാണ്. അർത്ഥപൂർണമായ ഭാഷാപര പഠനം, അഡ്വാൻസ് ഓർഗനൈസർ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയുകയാണെ. അർത്ഥപൂർണമായ ഭാഷാപര പഠനം എന്നാണ് ഡേവിഡ് പോൾ ഒസുബലിൻ്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സിദ്ധാന്തം, ഈ അർത്ഥപൂർണമായ ഭാഷാപര പഠനം എങ്ങനെ സാധ്യമാക്കണം എന്നറിയാൻ വേണ്ടി അദ്ദേഹം രൂപീകരിച്ച ഒരു സംജ്ഞ അല്ലെ ഒരു വേർഡാണ് അഡ്വാൻസ് ഓർഗനൈസർ. അർത്ഥപൂർണപരമായ ഭാഷാപര പഠനം എങ്ങനെ സാധ്യമാക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ആവിഷ്കരിച്ചതാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസറിന്റെ വക്താവ് ഡേവിഡ് പോൾ ഒസുബലാണ്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് വെച്ചാൽ പുതിയ അറിവിനെ മുൻ അറിവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അഡ്വാൻസ് ഓർഗനൈസറിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പുതിയ അറിവിനെ മുൻ അറിവുമായി, അതായത് ന്യൂ നോളജിനെ പ്രീറിക്വസൈറ്റ്സുമായി കോണ്ടാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അഡ്വാൻസ് ഓർഗനൈസറിന്റെ ധർമ്മം. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻ ഇന്നത്തെ ആയി. ഒന്നുകൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. മാനവികതാവാദത്തിന്റെ എന്റെ കൂടെ പറയണേ, സ്കിപ്പ് ചെയ്തോടല്ലേ. മാനവികതാവാദത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം. ജൈവകോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് വളർച്ച. മാനസിക അപഗ്രഥനത്തിന്റെ വക്താവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. പഠനം ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധനമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം. ശിശുവിന്റെ ആദ്യത്തെ വൈകാരിക പ്രകടനമാണ് കരച്ചിൽ. ശിശുവിനെ ആദ്യമായി സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് ആരാണ്? അമ്മയാണ്. ആദ്യ ബാലത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധ പൂർവ്വകാലം. ജീവിതഘട്ടങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടം പ്രായപൂർത്തി. വൈജ്ഞാനിക വികസനത്തിന്റെ അടിസ്ഥാനം മസ്തിഷ്ക വികാസം. പ്രതിഫലവും ശിക്ഷയും സാൻമാർഗിക വികസനത്തെ സഹായിക്കുന്ന പിയാഷെയുടെ ഘട്ടമാണ് ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം പാരമ്പര്യം. ഓക്കെ, ഇനി ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം. പ്രബലനം എന്ന പദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് സ്കിന്നറാണ്. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് പ്രശ്നപരിഹരണത്തിലൂടെയാണ്. ഏതൊരാശയത്തിന്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിന് എന്നത് അഭിപ്രായം ബ്രൂണേറിയൻ അഭിപ്രായമാണ്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസത്തിന്റെ ഉയർന്ന തലം പ്രതിരൂപാത്മക ഘട്ടം. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതിയാണ് കണ്ടെത്തൽ പഠനം. സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിന്റെ വക്താവാണ് വൈഗോട്സ്കി. അഡ്വാൻസ് ഓർഗനൈസർ ഡേവിഡ് പോൾ ഒസുബലിൻ്റെതാണ്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? 20 ക്വസ്റ്റ്യൻ സെറ്റാക്കി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായി കാണാം. നന്നായി പഠിക്കുക. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ട് എഴുതിയെടുക്കുന്ന നല്ല പഠനം. ഉരുവിട്ട് പഠിക്കുക കേട്ടോ. ഉരുവിട്ട് നമ്മൾ ചൊല്ലി ആ ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് ഓരോ ക്വസ്റ്റിനും ആൻസറും ഒരു 10 വട്ടം ചൊല്ലി പഠിച്ചാൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾ എവിടെ ഇരുന്ന് പഠിച്ചു എന്നുള്ള സ്ഥാനം വരെ നിങ്ങൾക്ക് അന്നേരം ഓർമ്മ വരും. ഓക്കെ, ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് പോയി കിടക്കുന്നത്. നിത്യേന പഠിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, മിസ് സൈക്കോളജിയിലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇടാവോ, മിസ് അങ്ങനെ ക്വസ്റ്റ്യൻ ഇടാവോ, പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻ ഇടാവോ, LPUPക്കാരെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വേണ്ടത് ഒക്കെ ഇടുക. അപ്പം എന്നാലാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തു തരാം. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. ടെൻഷൻ ഒന്നും വേണ്ട. നമ്മുടെ ഈ മാനസിക സംഘർഷം ഒന്നിനുമുള്ള പരിഹാരമല്ല. മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി നമ്മൾ പല പ്രവർത്തനങ്ങൾ ചെയ്യും, പക്ഷെ പഠനത്തിലേക്ക് ഏർപ്പെടത്തില്ല. അപ്പം മാനസിക സംഘർഷത്തിനെ വച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട. എന്നെക്കൊണ്ട് നേടാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെ പഠിച്ചു പോകുക. നേട്ടം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പരിശ്രമിച്ചാൽ ആ നേട്ടം നമുക്കുള്ളതാണ്. ഇനിയും സമയമുണ്ട്. കേട്ടറ്റിനാണെങ്കിലും LPUPക്കാണെങ്കിലും ഇനിയും സമയമുണ്ട്.
ആത്മാർത്ഥമായിട്ട് ഒന്ന് നമ്മൾ മനസ്സിരുത്തിൽ പഠിച്ചാൽ മാത്രം മതി. ഒരു അധ്യാപകന്റെ ക്ലാസ് കാണുന്നതല്ല പഠനം, നമ്മൾ ഉരുവിട്ട് പഠിക്കുന്നതാണ് പഠനം. ഒന്നുകൂടെ, ഒരു അധ്യാപകന്റെ ക്ലാസ് യൂട്യൂബിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല പഠനം. പകരം നമ്മൾ കണ്ട ക്ലാസ്സിനെ വായിച്ചുരുവിട്ട് പഠിക്കുമ്പോൾ മാത്രമേ അത് പഠനമാകുന്നുള്ളൂ. അത് എപ്പോഴും നോട്ടായിരിക്കണം. ഒരു ക്ലാസ് കണ്ടു, ഫിസിക്സിന്റെ ഒരു ക്ലാസ് കണ്ടു, ഞാൻ പഠിച്ചു എന്നതിലുപരി ഞാൻ ക്ലാസ് കണ്ടു, ഗ്രഹണമാണ് അവിടെ നിന്ന്. പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിച്ചുരുവിട്ടാൽ മാത്രമേ പഠനം നടക്കുകയുള്ളൂ. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വരാൻ പോകുന്ന LP UP ഈ വരാൻ പോകുന്ന കേട്ടിട്ടും നിങ്ങൾക്ക് ഒറ്റ നേട്ടത്തിൽ തന്നെ നേടിയെടുക്കാനായി സാധിക്കട്ടെ. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.